സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണവും പ്രമുഖർക്കുള്ള അനുമോദനവും നടന്നു. പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണവും യാത്രയയപ്പും പ്രമുഖ വ്യക്തികൾക്കുള്ള അനുമോദനവും നടന്നു. കുന്നത്തനാട് തഹസീൽദാർ മായ എം ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. റിട്ടയർഡ് കോതമംഗലം AEO PM അനിത ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KA യൂസഫ് അധ്യക്ഷത വഹിച്ചു. ആൽബം ഫെയിം ഷെനീർ അറിയാൽ സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് വിൻസെന്റ് ലൂക്കോസ്, അധ്യാപികമാരായ VN അനുപമ, ജെനി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കടവൂർ GVH സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന HM NK രശ്മിക്കാണ് യാത്രയയപ്പ് നൽകിയത്. നമുക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ചില വിഷയങ്ങൾ ഇഷ്ടമായിരിക്കും, പക്ഷെ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഇഷ്ടമുള്ളതും അതോടൊപ്പം ഒരു ജോലി സാധ്യതയും കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കോഴ്സ് തീരുമാനിക്കണം. ഒരു കോഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ +2 വരെ ആ കോഴ്സ് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് അത് താല്പര്യം ഇല്ലാന്ന് തോന്നിയാൽ മാറിയെടുക്കാനുള്ള ധാരാളം ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ സയൻസ് വേണം, ഹ്യൂമാനിറ്റീസ് വേണം എന്നുള്ളതാണ് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ഒരു പ്രധാന ചിന്താവിഷയം ഇല്ലേ? നിങ്ങൾ ഏതെടുക്കാൻ തീരുമാനിച്ചിരിക്കണേ? സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ? ഏതെടുത്താലും ജോലിക്ക് നല്ല അവസരങ്ങളുണ്ട്. സയൻസ് പഠിച്ച് ബിടെക്കിന് പോകാം, അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കാം, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും എടുക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയായ സിവിൽ സർവീസ് എഴുതാൻ ഏത് വിഷയത്തിൽ ഡിഗ്രി എടുത്താലും മതി. കുന്നത്തനാട് തഹസീൽദാർ മായ M, റിട്ടയർഡ് സ്കൂൾ HM ഫ്രാൻസിസ് J പുന്നോലിൽ, സർക്കാർ യോഗ പരിശീലകൻ MS ശശികുമാർ, പാലാ സബ് ജയിൽ സൂപ്രണ്ട് PM കമാൽ, ഒപ്റ്റിക്കൽ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് മികച്ച സേവനം നടത്തിവരുന്ന JJ ഐ കെയർ ഓണർമാരായ TC ജോബി, ജോബി മാത്യു, കോതമംഗലം ഡ്രീം മോട്ടോഴ്സ്, ഹൻഫ ഹോളിഡേസ് ആൻഡ് ഇൻഷുറൻസ് പ്രൊപ്രൈറ്റർ TB ഷമീർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂളിൽ നിന്നും SLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. ഞാൻ ഫാസ്റ്റ് സോങ് ആണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. നമ്മുടെ വിജയ് ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. TVKയുടെ കക്ഷി വിജയ് ഫാൻ ഉണ്ടോ? അപ്പൊ അങ്ങനത്തെ ഫാസ്റ്റും മാപ്പിളപ്പാട്ടും ഹിന്ദിയെല്ലാം സന്തോഷകരമായിട്ട് നമ്മുടെ ഷാഫി കൊല്ലത്തിന്റെ ആശ്വാസമായ ഗാനം പാടാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും പറഞ്ഞു കേട്ടോ. കലാലയത്തിൽ പാട്ടറിയോ? എന്നും എന്റെ ഓർമ്മകളിൽ അറിയോ? ഇല്ല. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരം അനുരാഗ സുന്ദരം അതിരൂപഗൗരം എൻ ജീവിതാമൃതം ഈ കലാലയം. അറിയില്ല? അപ്പൊ നിങ്ങളൊരു പാട്ട് പാടും, നിങ്ങൾക്ക് അറിയാവുന്നൊരു പാട്ട് ഞാൻ പാടാം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.